സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഇന്നൊക്കെ 4ാമത്തെ ദിവസമാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിട്ട്. ഒരു കെട്ടിടം തകർന്നു വീണിരിക്കുകയല്ല, അതിൻ്റെ ഒരു പാർട്ട് തകർന്നു വീണിട്ട് അതിൻ്റെ താഴെ വിശ്രമിച്ച തൊഴിലാളികളാണ് ഈ മരണപ്പെട്ടിരിക്കുന്നത്. തീർത്തും മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ആക്സിഡൻ്റാണ്. എത്രയോ കാലങ്ങളായിട്ട് പൊളിച്ച് കളയണമെന്ന് മനസ്സിലാക്കിയ കെട്ടിടത്തിൽ നിന്നാണല്ലോ അപകടം സംഭവിച്ചത്. ഇത്രയും ദിവസമായിട്ട് ഈ ഗവൺമെൻറ് ഒരു 100 രൂപയുടെ സഹായം സ്റ്റേറ്റിൽ നിന്ന് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. 2 മന്ത്രിമാരുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത്. പ്രത്യേക പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന ജില്ലയാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത്രയും സ്വാധീനമുള്ള മന്ത്രിമാരുൾപ്പെടെ ഉണ്ടായിട്ടും ഇവരെ ഈ ദിവസം വരെ തിരിഞ്ഞു നോക്കാൻ, ഒരു കോഴിക്കുഞ്ഞ് മരിച്ചു പോയ വാല്യൂ പോലും ഈ ഗവൺമെൻറ് ഈ സംഭവത്തിന് കണ്ടില്ല എന്നത് വളരെ സങ്കടകരമായി പറയേണ്ടി വരികയാണ്. 4ാം വാർഷികം ആഘോഷത്തിന് വേണ്ടിയിട്ട് 300 കോടി ചിലവാക്കിയ ഗവൺമെൻറ്റാണിത്, അവരുടെ കണക്ക് പ്രകാരം. അങ്ങനെ ദൂർത്തടിക്കുന്ന ഈ ഗവൺമെൻറ് ഈ 4 കുടുംബങ്ങൾ അനാഥമായി ഇത്രയും ദിവസങ്ങളായി ഒരു ഇടപെടൽ പോലും നടത്താത്ത സാഹചര്യത്തിൽ നമ്മളുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം എന്ന നിലക്ക് ഇവിടുത്തെ UDF ലീഡേഴ്സും കൗൺസിലേഴ്സ്, പ്രതിപക്ഷ നേതാവ് തങ്ങളുൾപ്പെടെയുള്ളവരാണ് ഈ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നത് അവരുടെ ഒരു മാനസികാവസ്ഥയാണ്. ആ ഒരു നിലക്കാണ് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള വ്യക്തിപരമായ സഹായം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇത് സത്യത്തിലൊരു നാണക്കേടുണ്ട്, ഇങ്ങനെ പത്രക്കാരെ വിളിച്ചത് പബ്ലിക്കായി പറയേണ്ടി വരുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇത് ഈ ഗവൺമെൻറ്റിനോടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ്. ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത്രയും അധാർമികമായി മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന ഈ ഗവൺമെൻറ്റിനോടുള്ളൊരു പ്രതിഷേധം കൂടിയാണ് ഈ സഹായം. ആ നിലക്ക് തന്നെയാണ് നമ്മളതിനെ കാണുന്നത്. എത്ര രൂപയാണ്, എങ്ങനെയാണ് മറ്റുള്ള കുടുംബങ്ങളിലെ കാര്യങ്ങൾ? 1 ലക്ഷം വെച്ചാണ് നമ്മൾ 4 കുടുംബങ്ങൾക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊരു കുടുംബത്തിന് അതിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ല എന്ന രീതിയിൽ വിവരം അറിയുന്നുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ കൊടുക്കും. ഇപ്പോൾ രാഷ്ട്രീയ വിഷയത്തിലെ ഇപ്പോൾ ഈ വീണ ജോർജിനെതിരെ KSU പ്രതിഷേധം അവരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അതിനെതിരെ ഇപ്പോൾ DYFI ഒക്കെ തിരിച്ചു രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആ വിഷ്വൽസ് കണ്ടിരുന്നു, എന്താണ് തോന്നുന്നത്? അല്ല, അതിൽ നിന്ന് നിങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലായല്ലോ. നിങ്ങളൊക്കെ ഇപ്പോൾ ആ വീഡിയോ വിഷൻസ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക്, പിണറായിക്ക് ഉൾപ്പെടെ ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതേപോലെയുള്ള എന്തെങ്കിലും മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ നാടകങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയമായിട്ട് UDFനെ നേരിടാൻ കഴിയുമോ എന്നത് മാത്രമേ അവർക്ക് ആലോചിക്കാൻ കഴിയുള്ളൂ. 4 ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ ഈ 4 തൊഴിലാളികൾ മരിച്ചിട്ട് 100 രൂപ കൊടുക്കാൻ മനസ്സ് കാണിക്കാത്തവർ ഇപ്പോൾ എന്താ നടന്നുകൊടുക്കുക? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സിനിമാ നടന്മാരെ വെച്ച് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് നടക്കുകയാണ്. എന്തിനാ? പ്രചരണത്തിന് വേണ്ടിയിട്ട്. എന്തിനാ ഇത്രമാത്രം കോടികൾ ഈ പ്രചരണത്തിന് ചിലവഴിക്കുന്നത്? അവർ വസ്തുതാപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് അനുഭവിക്കും. അതാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ജനങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല, ജനങ്ങൾ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമാ ഷൂട്ടിങ്ങും സിനിമാ നടന്മാരെയും മറ്റ് സെലിബ്രിറ്റീസിനെയും ഒക്കെ കൂടെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഈ നാടകം കളിക്കുമ്പോൾ നല്ല നടികർ തിലകത്തിൻ്റെ അഭിനയമാണ് സത്യത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ളത്. എനിക്ക് അവരായിട്ട് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. പക്ഷേ ഈ രീതിയിലൊക്കെ എന്താ പറയുക, ഒരു രാത്രി കൊണ്ടൊന്നും ഒരാൾ മാറി മറിയില്ലല്ലോ. അപ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ, അതെ കൃത്യമായ നിർദ്ദേശങ്ങൾ മന്ത്രിമാർക്ക് കൊടുത്തിട്ടുണ്ട്. എവിടെ ജൈവിളി വന്നാൽ എങ്ങനെ ആക്ട് ചെയ്യണം, അവിടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഇവിടുത്തെ ആളുകളാണ് ഇപ്പോൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സംവിധായകന്മാരാണ്. അപ്പോൾ ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണോ എന്ന് നമ്മൾ കേരളീയ സമൂഹം ആലോചിക്കേണ്ട ഘട്ടം. ആ രീതിയിലല്ലേ അഭിനയം നടത്തിയത്. ഈ KSU പിള്ളേരുടെ കയ്യിൽ വല്ല കാന്തിക ശക്തി വാശം, അവരുടെ ശരീരത്തിൻ്റെ അവരുടെ ആ പ്രദേശത്തേക്ക് അവരെത്തിയിട്ടില്ല. 3-4 പിള്ളേർ, 10-25 പോലീസ്. അപ്പം എങ്ങനെയാണ് ആ ആക്ഷൻ നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി ഓടിച്ചെല്ലുന്നു, അപ്പോൾ തന്നെ ICUയിൽ കയറ്റുന്നു. എന്തായാലും ഒരു സർക്കാർ ആശുപത്രിയുടെ മുറ്റത്ത് മുഖ്യമന്ത്രി എത്തിയല്ലോ, അതിന് വലിയ സന്തോഷം. ഇങ്ങനെയെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് കയറിയില്ല. കാലം വരെ ഇവരാരും സർക്കാർ ആശുപത്രിയിൽ കയറിയത് നമ്മളാരും കണ്ടിട്ടില്ല. അതിൽ വലിയ സന്തോഷമുണ്ട്. അല്ല, തീർച്ചയായിട്ടും ആക്രമിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിലവരെന്നും മുൻപന്തിയിലാണല്ലോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, എനിക്ക് UDF പ്രവർത്തകരോട് പറയാനുള്ളൊരു കാര്യം അതാണ്. ഇവിടെ കേരളത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന യഥാർത്ഥ സഖാക്കളെല്ലാം മാനസികമായി തളർന്ന് വീട്ടിലിരിക്കുകയാണ്.
ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗവൺമെൻറ്റാണ്, ഒരു തൊഴിലാളി വിരുദ്ധ ഗവൺമെൻറ്റാണ് ഇത് എന്ന് ആവർത്തിച്ച് പറയുന്നത് പിണറായിയും സംഘവും തന്നെയാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ 4 തൊഴിലാളികളുടെ കാര്യം. അതുകൊണ്ട് അവരാരും ഈ ഗവൺമെൻറ്റിന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് എന്ത് ഉത്തേജന മരുന്ന് പിണറായിയും സംഘവും കുത്തിവെച്ചാലും ഈ സഖാക്കൾ ഇരുന്നിടത്ത് നിന്ന് എണീക്കാനും പോകുന്നില്ല. അതിനുള്ള ഏക മാർഗം എന്താണ്? സംഘർഷങ്ങൾ ഉണ്ടാക്കുക, സഖാക്കളെ ഉണർത്തുക. അതിനുള്ള വലിയ ശ്രമം കേരളത്തിലുടനീളം ഉണ്ടാകും. അവരുടെ ആ നീക്കത്തിൽ UDF പ്രവർത്തകർ പെട്ടുപോകരുത് എന്ന് എന്താ പറയുക, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു റിക്വസ്റ്റ് UDF പ്രവർത്തകരോട് പറയുകയാണ്. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയോ? അല്ല, സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. മന്ത്രി സുഖമായി നടന്ന് ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു സുരക്ഷാ പ്രശ്നമില്ല. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഹാപ്പിയാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ മുദ്രാവാക്യം വിളി ഉണ്ടാകുന്നത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി ഇരുന്ന് അവിടെ ഇരുന്നതിന് ശേഷമാണ് ഈ പറയുന്ന പെടലി വേദനയും കൈവേദനയൊക്കെ ആരംഭിച്ചത്. അതിനിടയ്ക്ക് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷംസീർ അതിലെ വരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചെരിഞ്ഞെന്നെന്തോ പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ചെരിഞ്ഞെന്ന് പറയുന്നതോട് കൂടിയിട്ടാണ് ഈ വിഷയങ്ങൾ വരുന്നത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പറ്റിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ പറ്റിക്കാൻ കഴിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കണ്ടേ? എന്തെല്ലാം കളവ് ഇവിടെ പ്രചരിപ്പിച്ചു. ഇതെല്ലാം ഒരു ഒരിക്കലുമല്ല. ആ സ്പെഷ്യൽ ബ്രാഞ്ച് അല്ല, ആ സ്പെഷ്യൽ ബ്രാഞ്ചിനെ ആ പോലീസിനെ ഒന്നും കുറ്റം പറയാൻ ഇന്നത്തെ ഇൻസിഡൻറ്റിൽ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് സാധ്യമല്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല. സെക്കൻഡ് പ്ലാറ്റ്ഫോമെന്ന് ബഹുമാനപ്പെട്ട സ്പീക്കറെ മന്ത്രി കാണുന്നു, സ്പീക്കർ ഒന്ന് ചെരിഞ്ഞെന്ന് സംസാരിക്കുന്നു, അതോട് കൂടിയിട്ട് ചിത്രം മാറുകയാണ്. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ക്ലിയറാണ്. സ്പീക്കറുടെ ഒരു ഇൻസ്പിറേഷൻ ആണോ അതിന് പിന്നിൽ? അല്ല, സ്പീക്കർക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആൾറെഡി ഇതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന്, കാരണം ഇതൊക്കെ ഇപ്പോൾ ഒറ്റ സെക്കൻഡിൽ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആക്ഷൻ ചെയ്യാൻ പറ്റും. എല്ലാ മന്ത്രിമാർക്കും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. എവിടെയും സമരം ഉണ്ടായാൽ, എവിടെയും മുദ്രാവാക്യം ഉണ്ടായി, ഇനി അതെല്ലാം വേറെ രക്ഷയില്ല. ഇനി കടന്ന് കരയുക, അയ്യോ എന്നെ കൊന്നേ, എന്നെ ഉപദ്രവിച്ചേ എന്ന് പറയുക എന്നതിലപ്പുറം ഒരു രക്ഷയും ഈ പറയുന്ന LDFൻ്റെ മന്ത്രിമാരെ സംബന്ധിച്ചോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോ ഇല്ല. നിങ്ങളത് നോക്കിപ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ എന്തായിരുന്നു, ധാർഷ്ട്യം, ഇരട്ടച്ചങ്ങ എന്നൊക്കെയല്ല. ഇപ്പം പുള്ളി എന്താ പറയുന്നത്, കുട്ടികളൊക്കെ വിളിച്ചിട്ട് എനിക്ക് പട്ടിണിയായിരുന്നു, ഞാൻ പറ്റ സാധുവായിരുന്നു, ആ ഗതികേടിലായിരുന്നു, എനിക്ക് റൊട്ടി പോലും കഴിക്കാൻ കിട്ടില്ല, ഇല്ലേ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അത് പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ 2 ലക്ഷം രൂപേൻ്റെ കട്ടില കിടക്കാൻ പോകുന്നത് അപ്പം തന്നെ മറക്കുകയാണ്. അല്ല, അത് ആ ആംഗിളൊന്നും ആലോചിച്ച് നോക്കുക. അപ്പം പല നാടകങ്ങളും കളിച്ചു വെക്കുക. ഏറ്റവും അവസാനത്തെ നാടകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ റിഹേഴ്സലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടിങ്ങും കാര്യങ്ങളും. ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ക്ലിയർ കട്ടാണ്. എല്ലാം കൈവിട്ടു ശബരിമലയോട് കൂടിയിട്ട്. ഇനി കക്കാനൊന്നും ബാക്കിയില്ല. കക്കാൻ പറ്റുന്നിടത്ത് മുഴുവൻ കട്ട് അടിച്ചു മാറ്റൂ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് അതെല്ലാം അടിച്ചു മാറ്റി കഴിഞ്ഞു. ആ പണം ഉപയോഗിച്ച് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയ ശ്രമം അവർ നടത്തി. അത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഈ 4 തൊഴിലാളികൾ മരണപ്പെട്ടിട്ട് 1 രൂപയുടെ സഹായം ഈ 4 ദിവസം കഴിഞ്ഞിട്ടും പ്രഖ്യാപിക്കാതിരുന്നത്. ജനം മനസ്സിലാക്കും.